ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനിയും കനകയും നിന്ന് സംസാരിക്കുകയാണ്. ആദർശനെ അവളില്ലാതെ നയനയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ചോറുന്ന സമയത്ത് അവൻ വന്നത്. അങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ ലീവൊന്നും എടുക്കുന്നതോ ചുറ്റിക്കിറക്കി നടക്കുന്നതൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ വന്നത് കണ്ടോ? അതെ, ആദർശമോൻ ഇവിടെ വെച്ചിട്ട് അമ്മേനെ കണ്ടിരുന്നെങ്കിൽ മൊത്തം പിടിക്കപ്പെട്ടേനെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിക്കുവാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ടേക്ക് ഭക്ഷണം എടുക്കട്ടെ എന്നിങ്ങനെ കനക ചോദിക്കുക. അന്നേരം ദേവേനെ പറയും വേണ്ട വേണ്ട, അവൻ അധികം ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, കുറച്ചേ കഴിക്കുള്ളൂ, കഴിച്ചിട്ട് പെട്ടെന്ന് എണീക്കും, അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ കനക പറയുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സമാധാനമായി. എന്നിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ ചപ്പാത്തി എടുത്തിരുന്നു, ഒരെണ്ണം എടുത്തിരുന്നു, രണ്ടെടുത്തിരുന്നു, കറി എടുക്കുന്നു, കഴിക്കുന്നു, അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ആദർശ് ഭക്ഷണം കഴിക്കുവാണ്. പക്ഷേ ബാക്കി എല്ലാവരുടെയും മുഖത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ആകെപ്പാടൊരു സങ്കടം കേട്ടോ. കാരണം നമ്മുടെ ദേവയാനി ഉള്ളിലിരിക്കുവാണല്ലോ. അപ്പം ഇങ്ങനെ പതിയെ ഇങ്ങനെ കഴിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ഇന്നെന്താ പതിവില്ലാതെ ആരുടെ മുഖത്ത് സന്തോഷമില്ലല്ലോ എന്നിങ്ങനെ പറയുവേ. അന്നേരം നമ്മുടെ നയന് പറയുവാണ് അതെ, ആദർശേട്ടൻ പെട്ടെന്നല്ലേ വന്നത്, അതിൻ്റെയാന്ന് പറയുവേ. ഇതൊക്കെ ആദർശേട്ടനെ ഇഷ്ടപ്പെടുമോ എന്നിങ്ങനെ ആലോചിച്ചിട്ടാന്ന് പറയാം. അന്നേരം ആദർശേട്ടൻ പറയുവേ ഞാനിവിടെ വരുന്നതിനെ കഴിഞ്ഞും കൂടുതൽ വിഭവങ്ങൾ ഇന്നുണ്ടല്ലോ, അതും സൂപ്പറുമായിട്ടുണ്ട്, പിന്നെന്താ. എന്നിട്ട് നന്ദുവിനെ വിളിക്കേ, നന്ദു അനി വിളിക്കാറുണ്ടോ ചോദിക്കുക. അപ്പോൾ പറയും ഇടയ്ക്കിടയ്ക്കെന്ന് പറയുവേ. ശേഷം ചോദിക്കും കാണാറുണ്ടോ എന്ന് ചോദിക്കുവേ. കാണാറ് അങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ കാണാറില്ലേന്ന് ചോദിക്കുവേ. ഇവിടെ ഉൾപ്പെടെയുള്ളവർ ബാക്കി എല്ലാവരും നിനക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തന്ന് കാണുമല്ലോ. അനിയുടെ സ്വഭാവം എനിക്കറിയാം, അവൻ ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അവൻ ഉള്ളിൽ കൊണ്ട് നടക്കും. ഇപ്പോൾ ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അനാമികയായിട്ടുള്ള പൊരുത്തക്കേടിന് കാരണം നന്ദു ആണെന്നാണ് ഇപ്പോൾ അനാമിക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ഗോവിന്ദനും എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. അത് തന്നെയല്ല, അവളുടെ അച്ഛനും അമ്മയും അത് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ പോലീസ് സെലക്ഷന് പോകുമല്ലേ നന്ദു, എസ് ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇനി നന്ദുവിന് നല്ലൊരു ഭാവിയുണ്ട്. ആ ഒരു സമയത്ത് അനി ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ നല്ല ഭാവിക്ക് മുന്നിൽ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുവാണ്. അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ എന്നിങ്ങനെ നന്ദു പറയാം. അന്നേരത്തേക്കും നമ്മുടെ നവ്യ പറയുവേ അങ്ങനെയൊന്നും അല്ല ആദർശേട്ടാ, ഇവളും അനിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, എല്ലാവരും ഒളിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് നല്ല ഉപദേശവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവളും അനിയും എത്രത്തോളം അതിനെ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ നവ്യ പറയാം. അപ്പം നമ്മുടെ ആദർശ് പറയും നിങ്ങൾ രണ്ടാലും നല്ല ഫ്രണ്ട്സാണ്, അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് നോക്കുക. അതന്നെയല്ല, ക്യാമ്പിലേക്ക് പോയെന്നാലും നന്ദു ഫോൺ എടുക്കരുത്. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഫോണൊക്കെ എടുക്കാതിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നിന്ന് പതിയെ നന്ദു അകന്ന് പൊക്കോളും എന്നൊക്കെ ഇങ്ങനെ അഡ്വൈസ് ചെയ്യുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുവേ അനിയോ ഒന്ന് ആദർശേട്ടൻ ഉപദേശിക്കുക എന്ന് പറയുവേ. അപ്പോഴത്തേക്കും ഞാൻ മാത്രമല്ല അമ്മയും എല്ലാവരും ഉപദേശിക്കാറുണ്ട്, പിന്നെ നീയും ഇനിയൊന്ന് ഉപദേശിച്ച് നോക്ക്. എല്ലാവരും ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അനാമിക അവളുടെ സ്റ്റാൻഡൊന്ന് മാറ്റിയിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ നിന്നൊക്കെ മാറിയേനെ. പക്ഷേ അവളുടെ ഇഷ്ടത്തിനാണ് അവൾ ജീവിക്കുന്നത്. അവളാണ് അനിയോട്ട് സ്നേഹിക്കുന്നുമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോഴത്തേക്കിന് അമ്മ ഇതെവിടെ പോയതാന്ന് ചോദിക്കേ. അതെ ഞാനേ തുണി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിരിച്ചിടാൻ പോയതാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാലോ മതിയോ മോനെന്ന് ചോദിക്കുക. ഇനി ഇടട്ടെ നിങ്ങനെ നയനയും ചോദിക്കും കേട്ടോ. വേണ്ട എന്ന് പറയുക. ഇനി എനിക്കൊന്ന് അരമണിക്കൂർ കിടക്കണം, പതിവില്ലാത്തൊരു ക്ഷീണം പോലെ എന്നിങ്ങനെ പറയുവേ. എന്നിട്ട് നമ്മുടെ ആദർശ് കൈ കഴുകാനായിട്ട് എണീച്ച് പോകുമ്പോഴത്തേക്കിന് എല്ലാവരും ഇങ്ങനെ അന്തളിച്ച് നോക്കുവാണ്. എന്നിട്ട് കനക ഇങ്ങനെ ഓടിച്ച് വിടുവാണ്. പെട്ടെന്ന് ചെല്ല് നയനെന്ന് പറഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിന് കുശുകുശുപ്പെല്ലാം കണ്ടിട്ട് ആദർശ് വീണ്ടും തിരിഞ്ഞ് നോക്കുവാണ്. എന്താണെന്ന് ചോദിക്കേ. ഒന്നുമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് നമ്മുടെ കനക ഒരു ഗ്ലാസ് എടുത്ത് നയനയുടെ കയ്യിലോട്ട് കൊടുക്കുവേ. ആദർശേട്ടന് നല്ല സംശയം ഉണ്ടോ എന്നൊരു സംശയം നിങ്ങൾ പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംശയിക്കും കേട്ടോ. അത് തന്നെയല്ല അമ്മയുടെ കാറ് വെളിയിലും കിടപ്പുണ്ടല്ലോ, ഇനിയിപ്പോൾ സംശയം ബലപ്പെട്ടോ എന്നും അറിയത്തില്ലെന്ന് ഇങ്ങനെ പറയുവേ. ഇന്നത്തേക്ക് നമ്മുടെ കനക പറയും ആദർശമോൻ വിശ്രമിക്കാൻ പോയ മുറിയിലാണ് ദേവയാനി ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും നയന ഒന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചാടി എണീച്ചിട്ട് ഓടി വരുവേ. അപ്പോഴത്തേക്കിന് ആദർശ് ഇങ്ങനെ പതിയെ നടന്ന് റൂമിൻ്റെ അടുത്ത് എത്താനായി റൂമിൽ ഇങ്ങനെ തുറക്കാൻ ഇങ്ങനെ മുട്ടുമ്പോഴത്തേക്കിന് നയന ഓടി വന്നിട്ട് ആദർശേട്ടാ നിൽക്ക്, ഈ റൂമിൽ ഭയങ്കര പൊടിയാണേ, അതുകൊണ്ട് ഈ റൂം വേണം, നമുക്ക് വേറെ റൂമിൽ കിടക്കാമെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് അതെന്താ വിഷുവൊക്കെ ആയിട്ട് റൂമൊന്നും തുടച്ചും വാരിയൊന്നും ഇല്ലേ എനിക്ക്. അതെ നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇതിനകത്ത് പൊടിയാവും, വേറെ റൂം കൊടുക്കാൻ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആദർശേട്ടൻ പറഞ്ഞു. ഇങ്ങനെ നയന
ആദർശമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോവിന്ദനും അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്നിട്ട് ഗോവിന്ദൻ പറയാം, അത് ശരിയാ, അത് ശരിയാ മോനെ എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിന് ആദർശേട്ടൻ വാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന നമ്മുടെ ആദർശനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോവുവേ. എന്നിട്ട് വേറൊരു റൂമിലോട്ട് നമ്മുടെ ആദർശം നയനയും വന്ന് കയറും കേട്ടോ. എന്നിട്ട് കഥയൊക്കെ അടയ്ക്കുവേ. എന്നിട്ട് നിനക്ക് എന്താ, നിൻ്റെ മുഖത്ത് എന്താ ഒരു വെപ്രാളെന്ന് ചോദിക്കുവേ. ഇല്ല ആദർശമായിട്ടാന്ന് പറയുവേ. എന്നിട്ട് ഇങ്ങനെ ആദർശ് പറയും, എത്ര വലിയ ഒരുപാട് മുറികളുള്ള വീടാണ് നമ്മുടെ അനന്തപുരി തറവാട്, എന്നിട്ട് പോലും കൂടെ എല്ലാ റൂമുകളും എത്ര വൃത്തിക്കാണ് കിടക്കുന്നത്. ആഴ്ചയിൽ ഒന്ന് നീ വന്നതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കുമായിരുന്നു എന്നൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ നയനയുടെ അടുത്ത് ചോദിക്കുകയെ. ശരിയാണെന്ന് പറയും കേട്ടോ. എന്നിട്ടും അത്രയും വലുതല്ലാത്ത ഈ വീട് പോലും എങ്ങനെയാണ് പൊടിയൊക്കെ വന്നെന്ന് ഇങ്ങനെ ആദർശ് ചോദിക്കുവാണേ. അതിന് ഞാനിവിടെ ഇല്ലല്ലോ ആദർശേട്ടാ, പിന്നെ അമ്മയ്ക്കാണെങ്കിൽ വയ്യ, നന്ദുവിൻ്റെ കാര്യം അറിയാമല്ലോ, ആദർശേട്ടന് എന്നെ വിശ്വാസമാണല്ലോ എന്നൊക്കെ നമ്മുടെ നയന ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ആദർശ് പറയേ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, അത് നിലനിർത്തിക്കൊണ്ട് പോകണം. അതെന്താ ആദർശേട്ടൻ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുക. അന്നേരം പറയും, ഞാൻ വന്നപ്പോൾ തൊട്ട് നിങ്ങളിൽ എല്ലാവരിലും ഒരു അസ്വാഭാവികത തോന്നി, നിന്നിൽ മാത്രമല്ല എല്ലാവരിലും എന്തോ ഒരു കുഴപ്പം പോലെ, ഞാൻ എന്തോ ഇവിടെ വന്നത് ആർക്കും ഇഷ്ടപ്പെടാതെ പോലെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ കൈയൊക്കെ പിടിച്ചിട്ട് അടുത്തിരുന്നിട്ട് ഇങ്ങനെ പറയാം, എന്താ ആദർശേട്ടൻ എന്തൊക്കെയാ പറയുന്നത്, ഇത് ആദർശേട്ടൻ്റെ വീടല്ലേ, പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? ഞാനേ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരാളാണ്. അവിടെ ഞാൻ ചെല്ലുമ്പോഴേ അവരിൽ നിന്ന് നേരിയ ഒരു അവഗണന ഉണ്ടായാൽ പോലും അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല ആദർശേട്ടാ, അതൊക്കെ ആദർശേട്ടന് വെറുതെ തോന്നുന്നു കൈ പിടിച്ച് തോളത്തൊക്കെ തട്ടിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആദർശേട്ടനെ ഇവിടെ വിശ്രമിക്കുക, ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുള്ള മോരുവെള്ളം എടുത്തിട്ട് വരാം. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശനും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി നല്ല മോരുവെള്ളമാണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനാണ് ഒരു ഫോൺ വരുന്നത്. നോക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, ആരാന്ന് ചോദിക്കുമ്പോൾ പറയും ആദർശാന്ന് പറയുവേ. എന്നിട്ട് ആദർശ് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി അമ്മ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുവേ. ഇല്ലല്ലോ, കുറച്ച് മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുവേ. അമ്മ എവിടേക്ക് പോകുന്നെന്നാണ് പറഞ്ഞിട്ടാണ് പോയെന്ന് ഇങ്ങനെ ആദർശ് ചോദിക്കുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പം അങ്ങനൊന്നും അല്ലല്ലോ, എപ്പോഴും കൂട്ടുകാരികളെ കാണാനോ അമ്പലത്തിലേക്കാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് എന്നിങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്താ മോനെ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുവേ. ഇപ്പം മോൻ എവിടെയുണ്ടെന്ന് ചോദിക്കുക. അന്നേരത്തേക്കിനും പറയും, ഞാനിവിടെ നയനയുടെ വീട്ടിലാണെന്ന് പറയേ. എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കും കേട്ടോ, അവിടെ ഭക്ഷണം കഴിക്കാൻ പോയതാണോ എന്ന് ചോദിക്കുവേ. അന്നേരം നമ്മുടെ ആദർശ് പറയും, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആരും അറിയാതെ അവിടെ പോയിട്ട് നയനയുടെ അമ്മ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം കഴിച്ചു അല്ലേ, എന്നിട്ട് അമ്മ എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചത്. എന്നാൽ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ, മോൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ദേവേനെ അറിയാലോ എന്നൊക്കെ പറയുവേ. അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിനെ വിളിച്ചിട്ട് അമ്മ എവിടെ ഉണ്ടെന്ന് ചോദിച്ചതെന്നൊക്കെ പറയുവേ. ഞാൻ മുത്തശ്ശിനെ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കിനും മുത്തശ്ശിയിൽ നിന്ന് സംസാരിക്കുകയാണ്. ഒരു നിമിഷം പോലും അവന് നയനമോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി നയനമോളുടെ അടുത്ത് പോയിരിക്കുകയാണ് ഇങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുമ്പോൾ മുത്തശ്ശൻ പറയുവേ, അതങ്ങനെ അവൻ ഭക്ഷണപ്രിയനല്ലല്ലോ, പിന്നെ നയനമോളെ കാണാനായിരിക്കും പോയത്, ഒരു നിമിഷം പോലും അവളെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ എന്നൊക്കെ പറയുവാണ്. എങ്ങനെ നടന്ന പിള്ളേരായിരുന്നു, കീരിയും പാമ്പും പോലെ ഇരുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും ആദർശിൻ്റെ മിടുക്കല്ല, അതെല്ലാം നയനമോളുടെ മിടുക്കാണ്. ദേവയാനി ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ഫോൺ ചെയ്തത്, എങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടുമല്ലോ, ഇപ്പോഴും പേടിയുണ്ട്. എന്നിട്ടേക്കും നമ്മുടെ മുത്തശ്ശൻ പറയും, ദേവയാനിക്ക് കള്ള് കൊടുത്തതാണ് നയന, എന്നിട്ടും ഇങ്ങനെ മാറി അകന്ന് നിൽക്കുന്നത് നല്ലതല്ല. എന്നിട്ട് മുത്തശ്ശൻ അങ്ങനെ പറയുന്നുണ്ട്, നന്മയുള്ളവളാണ് ദേവയാനി, അതുകൊണ്ട് മരുമകളെ സ്നേഹിച്ചു തുടങ്ങിയെന്നാൽ ഇനി ആ ബന്ധം എന്നും നിലനിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു ദിവസം അതിവിദൂരമല്ല വസുന്ധരെ, അത് ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുവാണേ. പിന്നീട് നമ്മുടെ ദേവേനെ ഇങ്ങനെ റൂമിലിരിക്കുകയാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഓടി വരുവേ. അവൻ കഴിച്ചോ മോളെന്ന് ചോദിക്കുക. കഴിച്ചു എന്ന് പറയുക. പിന്നീട് ആദർശ് ഇങ്ങോട്ട് വന്നായിരുന്നു അല്ലേ? വന്നായിരുന്നു. ഞാൻ ഒരു തരത്തിലാണ് ആദർശനെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയത്. അപ്പോഴത്തേക്കും നമ്മുടെ കനക അങ്ങോട്ടേക്ക് ഫുഡുമായിട്ട് വരും കേട്ടോ. എല്ലാവരും കഴിച്ചോ എന്ന് ചോദിക്കുക. ഞാനേ ഉള്ളൂ കഴിക്കാമെന്ന് ഇങ്ങനെ കനക പറയുവേ. ആദർശേട്ടൻ ഇരിക്കുമ്പോഴത്തേക്കിനും ഞാൻ ഇരുന്ന് കഴിച്ചു അമ്മയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഒന്നിച്ചിരിക്കാൻ കനകെ, മോനിനി എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ കനകയും പറയുന്നുണ്ട്. എനിക്ക് പിന്നെ എപ്പോഴാണെങ്കിലും കഴിക്കാമല്ലോ, ഇപ്പോൾ ആദർശ് മോൻ്റെ അമ്മ കഴിക്കുക, ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്, അതിങ്ങനെയായിപ്പോയി എന്ന് ദേവേന് പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുവേ, ഞാൻ ഇന്ന് പെട്ടെന്ന് പോട്ടെ, ആദർശേട്ടൻ സംശയിക്കും, അല്ലെങ്കിൽ തന്നെ സംശയമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നയന പെട്ടെന്ന് പോവേ. അന്നത്തേക്ക് നമ്മുടെ കനക പറയാതെ എനിക്ക് സംശയമുണ്ട്, അവൻ സംശയിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറയാം. അപ്പം നമ്മുടെ ദേവേനെ പറയുന്നുണ്ട്, പിന്നെ സംശയിക്കാതിരിക്കത്തില്ല, എൻ്റെ കാറും വെളിയിലുണ്ട്,
ശരിയാണ്. ആദർശ് മോൻ എന്തോ സംശയമുണ്ട്. അല്ലെങ്കിൽ വിളിക്കാതെ വരില്ലല്ലോ. ഇത് അപ്രതീക്ഷിതമായിട്ട് കയറി വരികയായിരുന്നു. എന്നിട്ട് കനക ഇങ്ങനെ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറയും കേട്ടോ. അപ്പം നമ്മുടെ ദേവേനെ പറയുകയാണ്, അവൻ പോയിട്ട് കഴിച്ചാൽ പോരെന്ന് ഇങ്ങനെ ചോദിക്കുവേ. എന്നാൽ നമ്മുടെ കനക പറയുന്നുണ്ട്, ദേ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് വിശന്നിരിക്കേണ്ട, കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുവാണ് കേട്ടോ. അതെ, ഇനി അവൻ ഇങ്ങോട്ടേക്കെങ്ങാനും കയറി വരുമോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മുഴുവൻ പൊടിയാണെന്നാണ് പറഞ്ഞത്, ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഇല്ല. എന്നിട്ട് നമ്മുടെ ബെഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുവാണ്. അപ്പം നമ്മുടെ കനകയും ഒന്നിച്ചിരിക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കനക പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കൊച്ചു കുട്ടികൾ കളിക്കുന്ന പോലെ നമ്മൾ കളിക്കുന്നത്, അത് ചെയ്യാൻ പാടുണ്ടോ എന്നിങ്ങനെയൊക്കെ കനക ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ ദേവയാനി പറയുവാണ്, ശരിയാണ്, ഒരു കൊച്ചു കുട്ടികൾ കളിക്കുന്ന മാതിരി നമ്മളും ഇങ്ങനെ കളിക്കാൻ പാടില്ല. എങ്കിലും എനിക്ക് അവരുടെയൊക്കെ മുൻപിൽ സത്യം തുറന്ന് പറയാൻ മടിയാക്കാനൊക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണം വായി വെക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വാച്ചൊക്കെ കെട്ടിയിട്ട് എണീക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന റൂമിലോട്ട് വരുന്നുണ്ട്. മോരൊന്നും ഇല്ലേ കയ്യിൽ. എന്താണെങ്കിലും ഇങ്ങനെ ആദർശ് ഇങ്ങനെ നിന്നിട്ട് പറയുവാണ്, എന്നാൽ നമുക്ക് പോകാം, ഇറങ്ങുമെന്ന് പറയുവേ. ഞാനോ ഇപ്പോഴോ? ഏതൊക്കെയാലും നന്ദു പോവുമല്ലേ, അപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട് എന്നിങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നിങ്ങനെ ആദർശ് പറയുവേ. അപ്പോൾ ഞാൻ വിഷുവായിട്ട് അവിടെ ഇല്ലാത്തത് വിഷമമുണ്ടോ എന്ന് ചോദിക്കുവേ. എന്നിട്ടെങ്കിലും എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് വിഷമമുണ്ട് എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ഇനി അമ്മ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇനി അമ്മ എങ്ങനെ പറയുകയാണെങ്കിൽ നിനക്ക് അങ്ങോട്ടേക്ക് വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വരാം എന്നിങ്ങനെ നയന പറയുവേ. എന്നിട്ട് പിന്നെ നിനക്കൊരു അഭിനന്ദനം ഉണ്ട് കേട്ടോ എന്ന് പറയുവേ. എന്തിനാന്ന് ചോദിക്കും. അന്നേരം പറയും, റെക്കോർഡ് സെയിലാണ് ഇപ്പം ജ്വല്ലറി നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണത്തിന് ഇപ്പം തീ പിടിച്ച വിലയായതുകൊണ്ട് ആളൊഴിഞ്ഞ് കിടക്കുമായിരുന്നു എല്ലാ സ്വർണ്ണക്കടകളും. എല്ലാ ജ്വല്ലറികളിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മുടെ ജ്വല്ലറി മാത്രം ഓണത്തിനേക്കാളും തിരക്കാണിപ്പോൾ. അതിനാണ് ഞാൻ അഭിനന്ദനം പറഞ്ഞത്. എന്താണെങ്കിലും ഈ വിഷുവേ നമ്മുടെ വിഷുവാക്കി നീ മാറ്റി. എന്നാൽ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, ഇറങ്ങുവാന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് ഇറങ്ങുവാണ്. പിന്നെ ഗോവിന്ദനും കനക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കള്ളം പറഞ്ഞാൽ ഇതാണ് പ്രശ്നം, ആദർശിനോടെങ്കിലും സത്യം പറയായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കിനാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. വിഷു ആയതുകൊണ്ട് ഇവളിവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത് ഇങ്ങനെ പറയാം. അപ്പം നമ്മുടെ ഗോവിന്ദൻ പറയും, ഞാൻ മോളോട് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അതിന് കുഴപ്പമില്ല, ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മ എന്ത് പറയുമെന്ന് അറിയത്തില്ല ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനക ഇങ്ങനെ പറയേ, അമ്മയൊന്നും പറയില്ലായിരിക്കും എന്നിങ്ങനെ കനക പറയുവേ. എന്നിട്ട് നമ്മുടെ ആദർശം ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മയ്ക്ക് അങ്ങനെ അത്ര ഉറപ്പ്? നയന മോള് സ്വന്തം വീട്ടിലല്ലേ നിൽക്കുന്നത്, ഇതിനു മുമ്പും സ്വന്തം വീട്ടിൽ തന്നെ നിന്നിട്ടുള്ളത്. അപ്പോൾ അമ്മയാ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്നിങ്ങനെ ആദർശ് പറയുവാണേ. ഇവള് വീട്ടിലില്ലാത്ത എനിക്ക് വലിയ വിഷമം തന്നെയാണ്. പക്ഷേ ഇവിടെ വന്ന് കാണാവുന്നതുകൊണ്ടും സംസാരിക്കാവുന്നതുകൊണ്ടും അത്ര വലിയ വിഷമമൊന്നും എനിക്കില്ല. എന്നിട്ട് അമ്മ അതും പറഞ്ഞിട്ടാണ് ഇവളെ 2 പ്രാവശ്യം വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് വന്നിട്ടുള്ളത് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ നയന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത് തന്നെയല്ല, എൻ്റെ പേരും പറഞ്ഞിട്ട് അമ്മ തല കുനിക്കുന്നത്, ആരുടെ മുന്നിൽ തല കുനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ മറന്നിട്ടാണ് അമ്മ 2 പ്രാവശ്യം ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ ആദർശം സംസാരിക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ്, അല്ല കൂട്ടിക്കൊണ്ട് വന്നത് ഇപ്പോൾ മോശമായെന്നാണോ ആദർശേട്ടൻ പറയുന്നത് എന്നിങ്ങനെ പറയേ. അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അതിപ്പോൾ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും കൂട്ടിക്കൊണ്ട് പോകും. അല്ല പക്ഷേ ഇവിടെ അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ ആദർശ് പറയേ. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്തെങ്കിലും പറയുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നിട്ടൊന്നും പറയുന്നില്ലേ. എന്നിട്ട് പിന്നെ വിഷയം മാറ്റും, എവിടെ നന്ദു എവിടെയും ചോദിക്കുക. അപ്പോഴത്തേക്കും നന്ദു അങ്ങോട്ടേക്ക് വരുവാണേ. നന്ദു അങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ ആദർശ് പറയേ, എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരു കിടിലും പോലീസ് ഓഫീസർ ആവണം കേട്ടോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയേ, മോനെ അങ്ങനൊന്നും പറയല്ലേ, ഇവള് കാക്കയായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളല്ല ഞങ്ങൾ. അമ്മേ, പെൺകുട്ടികൾ ഇപ്പോൾ മുൻനിരയിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ നന്ദുവിനെ പോലെയുള്ള ആളുകളൊക്കെ വേറിട്ട് നിൽക്കും. ഞാൻ ഇവളുടെ തല്ല് കണ്ടിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇവളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അനാമികയുടെ വീട്ടിൽ കയറിയിട്ട് അവരെ തല്ലിയത് നന്ദുവാണെന്ന് അവർ പറയുന്നുണ്ട്. അതിന് പിന്നിൽ നന്ദുവാണെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ അനിയൻ്റെ ഭാര്യ വീട്ടുകാരായതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ അത് ആരെങ്കിലും ചെയ്താൽ നമുക്കത് സന്തോഷമായിരിക്കുമല്ലോ. അതൊക്കെ നല്ല കാര്യം തന്നെ. ഇനി നീ ഒരാൾക്കിട്ടും കൂടി കൈ വെക്കേണ്ടി വരും എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കിനും എല്ലാവരും ചോദിക്കും, നയനും ചോദിക്കുക, അതാരെയാന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കിനും ഗോവിന്ദൻ പറയുക, അഭിയാണോ ചോദിക്കുക. അഭി എന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അല്ല, അനിയെ തന്നെയാന്ന് പറയേ. അതെന്തിനാന്ന് ചോദിക്കുക. അന്നേരം പറയും, അവൻ എപ്പോഴും നിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ശല്യം ചെയ്യുന്നതിന് നീ അവനായിട്ടൊരു പൊട്ടീര് പൊട്ടിക്കണം. ഞാൻ തല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതൊന്നുമല്ല കേട്ടോ. അനിയും അനാമികയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എൻ്റെ അമ്മയായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ജനിച്ച ശേഷം എന്നെ എടുത്തോണ്ട് നടന്നിട്ടുള്ളത് മുത്തശ്ശിയാണ്. പക്ഷേ അവനെ എടുത്തോണ്ട് നടന്നിട്ടുള്ളത് എൻ്റെ അമ്മയാണ്.
അത്രയ്ക്ക് സ്നേഹം അവന് അമ്മയോടുണ്ട്, അതുപോലെ അമ്മയ്ക്ക് അവനോടും ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജോലിഭാരം പകുതി കുറയ്ക്കുന്നതും അവനാണ്. അറിയാലോ, അഭിയെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ആകപ്പാടെ ജോലിഭാരം കുറയ്ക്കുന്നത് അനി മാത്രമാണ്. ആ നിലയ്ക്ക് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല മോളെ എന്നിങ്ങനെ ആദർശൻ നന്ദുവിൻ്റെ അടുത്ത് പറയുവാണേ. അവൻ നല്ല കൂളായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ നന്ദുവും അനിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെയാണ് അവന് പ്രശ്നം കൂടുതലായിട്ടും തുടങ്ങിയത്. നന്ദൂട്ടാ, ആദർശ് പറയുന്നതൊക്കെ മോള് കേൾക്കുന്നില്ല എന്നിങ്ങനെ കനക ചോദിക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കും നയന പറയേ, ഞാനും ആദർശേട്ടനും അമ്മയും കൂടെ ഒക്കെ പറഞ്ഞിട്ട് അതെല്ലാം ശരിയാക്കിയതാ. ഓഹോ, അത് ശരി. അപ്പം എൻ്റെ അമ്മയും വന്നായിരുന്നോ നന്ദുവിനെ ഉപദേശിക്കാനായിട്ട് ഇവിടെ? അപ്പോഴത്തേക്കിനും കനക പറയേ, ഓ ഒക്കെ വെച്ചിട്ട് പറയും, അതല്ല മോനെ, നന്ദൂട്ടരെ ഇവിടെ മോളെ വിളിക്കാൻ വന്നപ്പോഴത്തേക്കിനും നന്ദുവിനെ കണ്ട് ഉപദേശിച്ച കാര്യമാണ് പറയുന്നതെന്ന് പറയുവേ. അല്ലേ ഗോവിന്ദേട്ടാ എന്നിങ്ങനെ കനക ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എന്താണെങ്കിലും ശരി നന്ദു മോളെ, നിങ്ങളുടെ പ്രേരും പറഞ്ഞിട്ട് അനന്തപുരി തറവാടിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ വിരോധമുള്ളവർക്ക് തട്ടിക്കളിക്കാനും ഇതൊരു ആയുധമാക്കരുത്. എന്നിട്ട് ആദർശം വെളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നയനും നന്ദുവിനോട് പറയുന്നുണ്ട്, പറഞ്ഞൊക്കെ കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിൻ്റെ പുറകെ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ ഇവിടെ വിഷുവിന് അവിടെ നിൽക്കാനാണോ ഭാവം, വിഷു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരത്തില്ലെന്നൊക്കെ ചോദിക്കുവേ. പിന്നെ ഞാൻ വരാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോകാനായിട്ട് ഒരുങ്ങിയിട്ട് അമ്മയുടെ കാറേ നീ വരുമ്പം കൊണ്ടുവരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ. അപ്പോഴത്തേക്കിനും നയനയ്ക്ക് എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്